ഹലോ, പേരെന്തായിരുന്നു? പേര് രാധാകൃഷ്ണൻ. അപ്പോൾ നമ്മളെ ഈ ഓൾ കേരള പെർമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ചാനലുകളിലൊക്കെ കുറച്ച് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണ് ഓൾ കേരള പെർമിറ്റായിട്ട് ബന്ധപ്പെട്ട്? ഓൾ കേരള പെർമിറ്റ് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷ കാരണം എവിടെയെങ്കിലും ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് ഈ അതിർത്തിയിലൊക്കെ ഓടുന്ന വണ്ടിക്കാർക്കാണ് കൂടുതലും ഗുണം കിട്ടുക. കാരണം ഇപ്പോൾ രാമനാട്ടുകരാന്ന് പറഞ്ഞ ഓടുന്ന വണ്ടിയാണെങ്കിൽ മലപ്പുറം ജില്ലയിലേക്ക് കടക്കാൻ ചുരുങ്ങിയ കിലോമീറ്ററാണുള്ളത്. ആകെ 20 കിലോമീറ്റർ പരിധി ഉണ്ടായിരുന്നു. ആ പരിധി എടുത്ത് കളയും. അപ്പം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഗുണമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹലോ, പേരെന്തായിരുന്നു? പേര് അഹമ്മദ്. അഹമ്മദ്. ഇവിടെ മുണ്ടിക്കൽ താഴം, കോഴിക്കോട് ജില്ലയിലുള്ള. ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഓൾ കേരള പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈവർമാർക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ, അത് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ഇതിനെ പറ്റി എന്നുള്ളത്? ഡ്രൈവർമാർക്ക് ഗുണം ചെയ്യൂല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഗുണം ചെയ്യൂല എന്നാണോ? ചെയ്യൂല എന്നുള്ളത്. അതായത് ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാന്നുള്ള നമ്മളൊരു ഏരിയ കണക്കാക്കിയിട്ടാണല്ലോ ഇപ്പോൾ പോകുന്നത്. അത് കൂടുതൽ വെള്ളം പോക്കും ഉണ്ടാവും എന്നുള്ള അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പേരെന്തായിരുന്നു? പേരാക്കി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾ കേരള പെർമിറ്റ് എന്നുള്ള രീതിയിൽ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ലതാണ്. യാത്ര കാറെ വിളിച്ച് പോകുമ്പോൾ ഒരു 50 കിലോമീറ്റർ പോകുമ്പോൾ ഒരു 6-7 ഉറുപ്പിക വേണം. അതിനത്ര ഞങ്ങൾക്ക് വേണ്ട. യാത്രക്കാർക്ക് ഗുണം ചെയ്യും, കുറഞ്ഞ പൈസക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹലോ, പേരെന്തായിരുന്നു? കൃഷ്ണദാസ്. ഞാൻ ഓൾ കേരള പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓട്ടോ ഡ്രൈവർമാരുടെ അഭിപ്രായം എന്താണെന്നുള്ള അറിയാൻ വേണ്ടി വന്നാണ്. നിങ്ങൾക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് അതിനെപ്പറ്റി ഞാൻ അതിന്റെ ഗുണദോഷങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല. അപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ കേട്ട് എന്തായാലും ഇത് ലോങ് ഓടുന്നതുകൊണ്ട് ഓട്ടോറിക്ഷ കേടാണെന്നും വാഹനത്തിന് കംപ്ലൈന്റ് ആണെന്നുള്ള ഒരു അഭിപ്രായം കേട്ട്. അത് എത്രമാത്രം ശരിയാണ് തെറ്റാണെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. അതാണ് ഇപ്പൊ നമ്മളെ. എത്ര വർഷമായി വണ്ടി ഓടിക്കുന്നത്? ഞാൻ 10-25 വർഷമായി. അപ്പോൾ ഇതേപോലെ ജില്ല വിട്ട് പോകേണ്ട ജില്ല വിട്ട് പോകാന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിലെങ്ങനെ അങ്ങോട്ടും ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട്, തലശ്ശേരി ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് അതിനെപ്പറ്റി കൃത്യമായൊരു വിലയിരുത്തൽ നിങ്ങൾക്ക് പറയാൻ കഴിയൂല എന്നാണ് നിങ്ങൾ പറയാൻ പറ്റി? കൂടുതൽ പഠിച്ചില്ല? ഇല്ല, കൂടുതൽ പഠിച്ചില്ല. അതെ, അതാണ്. ഹലോ, പേര്? നോബി. ഈ ഓൾ കേരള പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സർക്കാർ ഇതാക്കിയ പെർമിറ്റ് പറഞ്ഞാൽ ശരിക്കും പെർമിറ്റ് ആണോ അറിയില്ല. ദൂരപരിധി അതിന് ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു. 20 കിലോമീറ്റർ, ജില്ല വിട്ടിട്ട് 20 കിലോമീറ്റർ. ആ ദൂരപരിധി എടുത്തു കഴിഞ്ഞ് അത് അൺലിമിറ്റഡ് ഓടാൻ അത് നല്ല കാര്യമാണ്. ഈ ഓൾ കേരള പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഓട്ടോ ഡ്രൈവർമാരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം തെറ്റിദ്ധാരണ ഉണ്ടാവും എവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ നിലവിലുള്ള പെർമിറ്റ് സ്റ്റാൻഡിൽ ഓടുന്നത് അവിടെ നിന്ന് എടുക്കുക. അതിപ്പോൾ കുറച്ച് ദൂരം കൂടുതൽ കിട്ടണമെങ്കിൽ ആ ദൂരം മൊത്തം പോവാം എന്ന ലെവലിൽ. അതായിരിക്കും നല്ലത്. ഈ ഓൾ കേരള പെർമിറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഊബർമാരി എല്ലാ സ്ഥലത്തും ആൾക്കാർ കാർഡെടുക്കാൻ തുടങ്ങി. അതൊരു ബുദ്ധിമുട്ടായി മാറും. കൃത്യമായ ഒരു വിവരം മാധ്യമങ്ങൾ പുറത്തുവിടാത്തതുകൊണ്ടാണ് ഇങ്ങനെ. കറക്റ്റായിട്ട് എന്താണ് ഈ ദൂരപരിധിയിൽ മാറ്റണോ എല്ലാത്തിനും എടുക്കാൻ പറ്റുമോ എന്നാണ് കറക്റ്റ് പറഞ്ഞില്ല. അതൊരു കൺഫ്യൂഷൻ ആക്കുന്ന കാര്യമാണ്. ഓക്കെ, ഏതായാലും വിവരങ്ങൾ പങ്കുവച്ചതിൽ നന്ദി. ഹലോ, പേരെന്തായിരുന്നു? ഷംസാർ. ഈ ഓൾ കേരള പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഓട്ടോറിക്ഷകൾക്ക് ഓൾ കേരള പെർമിറ്റ് അനുവദിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഏറ്റവും മെച്ചപ്പെട്ട ഇതാണ്. ഡ്രൈവർമാർക്ക് ഗുണമാണെന്നാണ് പറയാനുള്ളത്. കുഴപ്പമില്ലാത്ത രൂപത്തിൽ പോകുന്നുള്ള രൂപത്തിലാണ്. ഒന്നും പറയാനില്ല. അത് കുഴപ്പമില്ലാത്ത രൂപമാണ്. ഹലോ, പേരെന്തായിരുന്നു? ഞാൻ ഈ ഓൾ കേരള പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഈ ഡ്രൈവർമാർക്ക് ഗുണമാണോ ദോഷമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഈ പെർമിറ്റിന് സർക്കാർ ഓൾ കേരള പെർമിറ്റ് ആക്കുന്നത് കൊണ്ട് പൈസ ചാർജ് ഒന്നും കൂട്ടിയിട്ടില്ലെങ്കിൽ അത് ഡ്രൈവർമാർക്ക് ഗുണമാണ്. നിലവിലുള്ള തൽസ്ഥിതി തുടർന്ന് ഇതേ നിലവിൽ ഓൾ കേരള പെർമിറ്റിൽ പോവുകയാണെങ്കിൽ ഡ്രൈവർമാർക്ക് ഗുണമാണ്.
അതല്ല ഈ ഓൾ കേരള പെർമിറ്റ് ആക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് ടാക്സ് ഇൻഷൂറും കാര്യങ്ങളൊക്കെ കൂട്ടി പോവുകയാണെങ്കിൽ അത് ഡ്രൈവർമാർക്ക് ഇപ്പൊ ഉള്ളതിലും പിന്നെ ഇപ്പം തന്നെ ഒരു പരിതാപത്തിലാണ് പോകുന്നത്, അതിലും പിന്നെ ഒരു കഷ്ടത്തിലേക്കാണ് പോവുക. അപ്പൊ നിലവിലുള്ള ഈ അടിസ്ഥാനത്തിൽ ഓൾ കേരള പെർമിറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുണം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ ഓൾ കേരള പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പെർമിറ്റാ ആണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? പിന്നെ ഒരു ടാക്സ് കൂട്ടുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അതായത് അധിക ചാർജുകൾ എന്തെങ്കിലും സർക്കാർ ഈടാക്കുക എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ അതൊന്നുമില്ല. ഓക്കെ, താങ്ക്. ഞാൻ ഇവിടുന്ന് വരെ പോയതാ, പാല വരെ പോയതാ ഓട്ടോറിക്ഷയില്ലേ? ഓട്ടോറിക്ഷയില് കോഴിക്കോട് സിറ്റിയിൽ ഓടുന്ന സമയത്ത്. കോഴിക്കോട് ഓടുന്ന സമയത്ത് എത്ര വർഷം മുന്നാണ്? ഒരു 7 കൊല്ലം മുമ്പേ. 7 കൊല്ലം മുന്നേ. ഗുണം ചെയ്യുന്നുള്ളത് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അല്ല, അതിനോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പറഞ്ഞിട്ടാണ്. ആദ്യം 20 കിലോമീറ്ററാണ് പറഞ്ഞത്. ഞാൻ മറ്റേ എയർപോർട്ട് ഇപ്പം കോഴിക്കോട് എയർപോർട്ട് മലപ്പുറത്താക്കിയതുകൊണ്ട് 20 കിലോമീറ്റർ ഉണ്ട് അതേപോലെ പറഞ്ഞത്. അത് ഒഴിവാക്കിയിട്ട് ഇപ്പം ഓൾ കേരള അയക്കാൻ വേണ്ടി സമാന്തരം എവിടെയും പോകാം. ഇപ്പൊ ഇനി ഫാമിലി ആയിട്ട് തന്നെ പോകണമെങ്കിലും ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, ഞാൻ ബൈക്ക് ഇവിടെ ഇല്ല, ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിയൊന്നും ഇല്ല. ഇല്ല.